ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക്. നിങ്ങളോടൊപ്പം സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയൻസിനെ. വെൽക്കം. എവിടെ നിന്നാണ് എല്ലാരും? ഞങ്ങൾ എടക്കാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഓ, അത് ശരി. കുടുംബശ്രീയിലെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾ വെറുതെ ഇരിക്കുമല്ല, ഒന്ന് നമ്മൾക്ക് എല്ലാവർക്കും നൽകുന്ന പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പൊ ഗെയിമുകളിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറെടുത്തോളൂ കേട്ടോ. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാവും. റെഡി? അപ്പൊ ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിനെയാണ്. സ്മാർട്ട് സ്റ്റാർസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു റിയൽ അമ്മയും മോളും, ഒരു റിയൽ അമ്മായിയമ്മയും മരുമകളും, അങ്ങനെയുള്ള രണ്ടു പേരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ റിയൽ അമ്മായിയമ്മയും മരുമകളെയുമാണ്. ഒപ്പം മകനും എത്തിയിട്ടുണ്ട്. അപ്പൊ സിനി, ശോഭ ആൻഡ് വിഷ്ണു, ലെറ്റ്സ് വെൽക്കം ദം. ഞാൻ ശരിക്കും നിങ്ങളിപ്പോ റീലിലെ അമ്മായിയമ്മയും മരുമകളാണെന്നുള്ളത് പറയുമ്പോ ഒറിജിനൽ അല്ല എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതമാണ്. നമുക്കും അത്ഭുതമാ. കാരണം അത് എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ആയി. ശരിക്കും അപ്പൊ അങ്ങനെ അല്ല എന്ന് പറയുന്ന കാര്യം ഞങ്ങള് കപ്പിളായിട്ട് തുടങ്ങിയതാണ് വിഷ്ണുവും സിനിയും കൂടിയാണ്. അപ്പൊ ഞങ്ങളെ പിറകെ നടന്ന ഒരു ചാൻസ് തരുമോ തേടി വന്നതാ. ഇപ്പൊ സ്റ്റാർ പുള്ളിക്കാരി. ഞങ്ങൾ അപ്പൊ അങ്ങനെയാണ് ചാൻസ് വെച്ച് കയറിയതാണ്. സിനിമയിൽ ചാൻസ് വെക്കുന്നത് റീലില് ചാൻസ് വെക്കുന്നത് വിചാരിച്ചു. ഇതെങ്ങനെയാണ് ഇവരുടെ ചാൻസ് വെക്കാൻ തോന്നിയതിന്റെ കാരണം എന്താ? അടങ്ങാത്ത അഭിനയത്തിനോടുള്ള ആഗ്രഹം. അഭിനയത്തിന്റെ അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ അടുത്ത കൊച്ചായതുകൊണ്ട് അവർ രണ്ടുപേരും മൊബൈലിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോഴ് ഒരു കൊച്ചു രംഗങ്ങൾക്ക് എന്നെ വിളിച്ചപ്പം ഞാൻ എന്തര വരട്ടെ എന്നും പറഞ്ഞ് അഭിനയിച്ചു. പക്ഷെ ഞാനങ്ങ് ജനങ്ങളെന്നെ ഏറ്റെടുത്ത്. വിഷ്ണു, ഈ പറഞ്ഞ പോലെ ഇവരെ രണ്ടുപേരെയും അപ്പൊ സ്റ്റാർ ആയിട്ട് വിട്ടേക്കാണ്. എന്നെ ബാക്കിലാക്കി. ഞാൻ കാണുന്നുണ്ട്. നേരത്തെ ഉള്ള വിഷ്ണുവിന്റെ സ്ഥാനമൊക്കെ കുറച്ചൊന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഞാനായിരുന്നു ഹീറോ. അതെ അതെ അതെ. ഇപ്പൊ എന്റെ ഹീറോ സ്ഥാനം മാറ്റി. ഇപ്പൊ കണ്ടന്റ് എഴുതിയാൽ ഇവർക്ക് രണ്ടുപേർക്കുള്ള കണ്ടന്റാണ് എഴുതുന്നത്. ഞാൻ കണ്ടന്റ് ഇല്ല, പിന്നെ ഞാൻ അതിനിടെ വന്ന് കേറുന്നതാ. ആണല്ലേ? നിങ്ങൾ 3 പേർക്കും സ്വാഗതം. നിങ്ങൾക്ക് എതിരാളികളായിട്ട് വരുന്നത് ഒരു റിയൽ അമ്മയും മോളുമാണ്. അത് റിയൽ അല്ല, റിയൽ ആണ്. മാത്രമല്ല നമ്മുടെ ഓഡിഷൻസിലൂടെ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോ ഞാൻ പറയുമ്പോ ഈ വരുന്ന അമ്മ പാട്ടുകാരിയാണ്, എഴുത്തുകാരിയാണ്, ഒക്കെയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഞാനൊന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ അതായത് നമുക്ക് ലിസ്റ്റ് തന്നപ്പോ തന്നെ പറഞ്ഞു, അതായത് എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ്. അതെ അല്ലേ? അതെ. എന്താണ് ശരിക്കും പറഞ്ഞാല് ഇപ്പം പഠിപ്പിക്കുകയായിരുന്നു അതോ? ഞാൻ നഴ്സിംഗ് ട്യൂട്ടർ ആയിരുന്നു. എവിടെയായിരുന്നു? ജനറൽ ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രം. റിട്ടയർമെന്റിന് ശേഷം എഴുത്ത്, ആക്ടർ, ഡയറക്ഷൻ, പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നപ്പോ? ഞാൻ ആൽബം പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ തന്നെ പാട്ട് എഴുതി ആൽബം പ്രൊഡ്യൂസ് ചെയ്തു. മകളാണ് അതില് അഭിനയിച്ചതെല്ലാം. പിന്നെ ഷോർട്ട് ഫിലിം ശ്രീപത്മനാഭ സ്വാതി സംഗമം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. കുട്ടികളെ 3 വയസ്സിൽ സംഗീതം പഠിപ്പിക്കണം എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോ ഈ പറയുന്ന പോലെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി. എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് 88 അവാർഡ് കിട്ടി. 3 നാഷണൽ അവാർഡും ബാക്കി സ്റ്റേറ്റിലുള്ളതും. 88 അവാർഡ് ഒരു വർഷം കൊണ്ട് കിട്ടിയായിരുന്നു. അല്ല, ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിഷനിലൂടെയാണ് കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ ചുമ്മാ വിളിച്ച് പറഞ്ഞേ വരാറുന്നല്ലോ. അതാണ് ഓഡിഷൻ വരാൻ കാരണം? ഓഡിഷൻ ഞാൻ 24 എപ്പോഴും വയ്ക്കും വീട്ടില്. TV ഓൺ ചെയ്തിട്ടിട്ട് രാവിലെ തൊട്ടേ ഓൺ ചെയ്തിട്ടിട്ടാ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പം കാണാം സൺഡേ ഓഡിഷൻ ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ പോയി അപ്ലൈ ചെയ്തു പിന്നെ കിട്ടാതിരിക്കുവോ? അതെ, ഉറപ്പായും. നീത്തു ഇപ്പൊ നായികയാണെന്ന് പറഞ്ഞു ആൽബത്തിലെ ഇതിലൊക്കെ. പക്ഷെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണം. അതെ അതെ അതെ. ഞാൻ ടെക്നോ പാർക്കിൽ അലിയൻസ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിങ്ങും ഡാൻസിങ്ങും എല്ലാം ഉണ്ട്. വീട്ടിലൊക്കെ ആരൊക്കെ? അമ്മയും? വീട്ടില് എനിക്കൊരു മോനുണ്ട്. മോന് ശരിക്കും ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. IAS രഘുമാർ സാറിന്റെ കൈലാസത്തിലെ അതിഥി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ടൈറ്റിൽ റോൾ എന്റെ മോനാ ചെയ്തത്. അതിന് ഫിലിം ക്രിറ്റിക് അവാർഡ് കിട്ടിയിട്ടുണ്ട് 2023. പിന്നെ അവാർഡ് വാങ്ങാനുള്ള ഒരു കുടുംബമായിട്ടാണ്.
പിന്നെ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ മാനേജറാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ, സോ ഹാപ്പി ഹാവിങ് യു. ഇനി മത്സരിക്കാനുള്ള ആൾക്കാരെ പരിചയപ്പെട്ടല്ലോ, പരിചയപ്പെട്ടു. എതിരാളികളാണ് ഇനി തൊട്ട്. പക്ഷേ അങ്ങനൊന്നും പറയില്ല, നമ്മൾ വിട്ടുകളയില്ല അല്ലേ. എന്തൊക്കെയോ അങ്ങനെ ഒരു മാച്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം വേഷത്തിലെ ഒരു കളർ, ഭയങ്കര സൈ ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ഈ ഒരുമ അങ്ങനെ തന്നെ കാണണം അവസാനം വരെ. തല്ലി പിരിയും. ഇത് കൊണ്ടുപോകുമ്പോഴുള്ള ഡിവിഷനാണ് നീ ആലോചിക്കുന്നത്. അവിടെ ഒരു വീട്ടിലോട്ടാണ് പോണേ, ഇവിടെ 2 വീട്ടിലോട്ട് പോകേണ്ടി വരും. ഇതിനിടയിൽ റഫറി കളിച്ച് മതിയാവോ? മതിയാവുമായിരിക്കും. കൊല്ലം പരവൂരാണല്ലേ? പരവൂരാ. ഓക്കെ. അപ്പൊ വിഷ്ണു ഞാൻ ഈ സീറ്റിലോട്ട് ഇരുന്നു എന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് നമ്മൾ വിളിക്കും ചില ടാസ്ക് ചെയ്യാനായിട്ട്, കേട്ടാ? ഓക്കെ. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്ലീസ് ഇവിടെ ഇരിക്കാം. അത് ഇടയ്ക്ക് ചോദിക്കാം. അവിടെ മൈക്ക് വെച്ചു. അപ്പോ നമ്മുടെ റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. അതൊക്കെ ഷോപ്പ് ചെയ്യുക, സമ്മാനങ്ങളെല്ലാം സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുപോവാ, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു ചോദ്യം ഓപ്പൺ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തും. ഓക്കെ, ആരാദ്യം ബസർ അമർത്തി കറക്റ്റ് ഉത്തരം പറയോ അവർക്ക് 30 സെക്കൻഡ് സമയം അവർക്ക് നമ്മുടെ ഗ്രോസറി സെക്ഷനിൽ കിട്ടും. മാത്രമല്ല സ്പെൻഡ് ചെയ്യാനായിട്ട് 1000 രൂപയും കിട്ടും. അപ്പൊ 1000 രൂപയ്ക്കുള്ള സാധനം എടുക്കാം, അത് നിങ്ങൾക്ക് സ്വന്തം. പക്ഷെ 1000 രൂപയ്ക്ക് മുകളിൽ പോയാൽ ആ സാധനം മുഴുവൻ നമ്മൾ തിരിച്ചിങ്ങെടുക്കും. ഓക്കെ, അപ്പോ റെഡി? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മലയാള ചിത്രത്തിലെ പ്രശസ്ത കഥാപാത്രമാണ്? ഹാൻഡ്സ് ഓൺ ദ ബസർ. ഉത്തരം അറിയാമെങ്കിൽ അപ്പൊ തന്നെ അമർത്തിക്കൊള്ളുക. കഥാപാത്രമാണ് നാഗവല്ലി. ഫസ്റ്റ് വൺ അവിടെ കണ്ടു, പറഞ്ഞോളൂ ഉത്തരം. മണിച്ചിത്രത്താഴ്. ശരിയായിട്ടുള്ള ഉത്തരം. കറക്റ്റ് ആയിരുന്നു, അത് ജസ്റ്റ് ഒരു ചെറിയ സെക്കൻഡിന്റെ മിസ് ചെയ്യുന്നു കേട്ടോ. മണിച്ചിത്രത്താഴ് ശരിയായ ഉത്തരം. അപ്പൊ പോവല്ലേ ഷോപ്പിങ്ങിന്? അമ്മ പോട്ടെ. ശരി, എന്നാല് അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അമ്മ കൊച്ചത് ഷോപ്പ് ചെയ്യുമ്പോ 1000 രൂപയിൽ താഴെ നിർത്തണം. അമ്മ ഷോ കൂരിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓടു വാരു നേടു ഗോ. അമ്മ ഓടിക. ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദാ പിടിച്ച ബാസ്കറ്റ്. ഓക്കെ, അങ്ങോട്ടേക്കൊക്കെ സാധനങ്ങളുണ്ട്. 1000 രൂപയാണ് ബഡ്ജറ്റ്. ഓക്കെ, ബൈ. മതിയാക്കിയ നീ സമയമുണ്ട്. അമ്മ ഇതൊക്കെ മതിയാക്കിയോ? എനിക്ക് തോന്നുന്നു വീട്ടിലേക്കുള്ള ലിസ്റ്റ് കഴിഞ്ഞ് നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ? ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് വാ. എന്തൊക്കെ കിട്ടി നോക്കട്ടെ. അപ്പോ അരിയാണ് 110. 2 പാക്കറ്റ് പരിപ്പെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. 120 × 2 240. 240 110 എത്രയായി? 350. കൊള്ളാം. ഇതെന്താണമ്മ? റാഗിയാണെന്ന് തോന്നണല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചവ്വരിയും കൂടി എടുത്തിട്ടുണ്ട് വീട്ടിൽ. ഇതിനാണോ ക്ഷാമം? 60. എല്ലാം കൂടി എത്ര രൂപയ്ക്ക് എടുത്തെന്നറിയോ? 450 രൂപയ്ക്ക് എടുത്തു. ഒരു 550 രൂപ നമുക്ക് കമ്പനിക്ക് തന്നിട്ടുണ്ടോ? എന്നാലും സന്തോഷം. നീതു പോയാ പോരായിരുന്നു അല്ലേ? കുഴപ്പമില്ല, ഇനി അടുത്തതിലൊക്കെ നീന്തിന് പോവാ. ഓക്കെ, കുഴപ്പമില്ല, നന്നാലും അവർ ഓൾറെഡി അക്കൗണ്ട് തുറന്നു. നിങ്ങളുടെ അക്കൗണ്ട് തുറന്നിട്ടില്ല. അടുത്തതും ബസർ റൗണ്ട്. ചോദ്യം അതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2. കോഴിക്ക് എറിഞ്ഞു കൊടുക്കും, കാക്കയ്ക്ക് നീട്ടിക്കൊടുക്കും, കുട്ടികൾക്ക് ഉരുട്ടിക്കൊടുക്കും. എന്ത്? പ്രസ് ചെയ്ത് കഴിഞ്ഞ് പറയൂ. ചോറ്. കോഴിക്ക് എറിഞ്ഞു കൊടുക്കും, കാക്കയ്ക്ക് നീട്ടിക്കൊടുക്കും, കുട്ടികൾക്ക് ഉരുട്ടിക്കൊടുക്കും. ചോറല്ലേ? ചോറുരുള അല്ലേ? കറക്റ്റാണ്. പക്ഷെ അത് കൊള്ളാലോ. വീട്ടിലങ്ങനെ വല്ല വളർത്തുന്നുണ്ടോ? കോഴിയെല്ലാം വളർത്തുന്നുണ്ടോ? മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാലോ ചോറ്. അല്ലാതെ ഇപ്പൊ ഇല്ല അല്ലേ? ഇപ്പൊ ഇല്ല.
ഇപ്പൊ വീട്ടില് ഭർത്താവേ ഉള്ളൂ, വേറെ കോഴി ഏതെങ്കിലും മോന് ചോറ് ഉരുട്ടി കൊടുക്കുന്നതാ. മോന് ചോറ് ഉരുട്ടി കൊടുക്കും. ഇപ്പോഴും ഉരുട്ടി കൊടുക്കും. മോന് എത്ര വയസ്സായി? 1 വയസ്സ്. 1 വയസ്സ്. ഒന്നിനെ ഉരുട്ടി കൊടുക്കണ്ടേ? അല്ല ഒറ്റയ്ക്ക് എടുത്ത് ആരാണ് പോകുന്നത്? അമ്മ പോവും. അമ്മയാണ് ഷോപ്പ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അല്ലേ? അമ്മ പോവും. കറക്റ്റ് പോയിച്ചത് ഷോപ്പ് ചെയ്തിട്ട് വരാം. ഞാൻ ചെരുപ്പ് ഉരുട്ടാ. ചെരുപ്പ് ഊരിയിടാം. ഓടമ്മ. ഓടാനുള്ളതാണ് സാരിയൊക്കെ ചെരുപ്പ് ഊരി. പൊക്കി പിടിക്കാൻ കാട്ടി. ഓടിക്കോ. മോള് പൊടി. അമ്മ പോണം. അമ്മ പൊടി മോള് പൊടി അമ്മ പൊടി. ജഗദീഷയുടെ സിനിമ അച്ഛാ പോടാ വിളിക്കുന്നത് ശരിയല്ല. ഞാൻ താമസിച്ചോ എന്നെ അവസാനം ഇറക്കി ഇടണേ. അകത്ത് കിടന്നാ പിന്നെ മീനാക്ഷിയുടെ ജീവിതം. ഇല്ല ഇല്ല അത് പറ്റില്ല. 10 സെക്കൻഡ് കഴിയുമ്പോഴേ അവിടെ നിർത്താവൂ. എന്നിട്ട് വന്നാൽ മതി. സുഖമായിട്ട് ഇറങ്ങാം കേട്ടാ. ഇല്ല ഞാൻ വലിച്ചിറക്കും. ഓക്കെ കീച്ചിക്കോ. ഓടൂ ഓടൂ. വാരൂ വിട്. വിട്. ഓടൂ വാരൂ നേടൂ. ഗോ 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 ഗോ. ഏതാണ് ഓളെ എടുക്കണ്ടേ? പിടിച്ചോ. ഏതാണ് മക്കളെ സാധനം? ചെയ്താ മതി. എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ എന്റെ ഹെൽപ്പ് പറ. വേഗം എടുത്തോ അമ്മ, വേഗം എടുത്തോ. 20 സെക്കൻഡാണ് ബാക്കിയുള്ളത്. വിലയൊക്കെ ഒന്ന് മനസ്സിൽ ഊഹിക്കുക. അമ്മ 15 സെക്കൻഡ് ബാക്കിയുണ്ട്. അമ്മക്ക് ഓടി എത്താൻ പറ്റും. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. അമ്മ പോയി guys. ഒരു 2 ഐറ്റം കൂടി എടുക്കാനുള്ള സമയമുണ്ട്. വേണ്ട വേണ്ട വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ മീനാക്ഷിയെ അമ്മ 2 ഐറ്റം കൂടി എടുക്കാൻ സമയമുണ്ട്. പോകണ്ടേ അവിടെ ഇത് കഴിഞ്ഞ് മീനാക്ഷി ക്യാമറ നോക്കിട്ട് അമ്മ പോയി ഗൈസ് പോകണ്ടേ അവിടെ അതൊക്കെ എനിക്ക് കൊല്ലം നാടൻ തിരുവനന്തപുരത്തിന് ഭാഷകളൊക്കെ മാത്രമേ കിട്ടുള്ളൂ. കറക്റ്റാ. എന്തരാടാ എന്തോ. അമ്മ ഇതെന്തോന്ന് മല്ലിപ്പൊടിയാ ആണോ? 150 രൂപയുടെ മല്ലിപ്പൊടി എടുത്തിട്ട് മൈദ 69 എല്ലാം കൂടി 219 ആയിട്ടുള്ളൂ. 120. അപ്പോ ഇനി അടുത്തത് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. നോക്കട്ടെ 110 ഇപ്പോഴും പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി 449. 70. ഇനി 2 എണ്ണം ഒരേ സാധനമാണ് അല്ലേ? അപ്പോ റാഗി വീട്ടിൽ ഒരുപാട് ചെലവുണ്ടെന്ന് തോന്നുന്നു. റാഗി അത് 2 പാക്കറ്റ് നല്ല ചെലവ്. 68. അത് 2 പാക്കറ്റ്. അപ്പൊ ഇപ്പൊ എത്ര എല്ലാം കൂടി? കണക്കിലല്ലെങ്കിലും നമ്മൾ മോശ. 655. അവിടത്തെ അവിടത്തേന് കൂടുതൽ എടുത്തു. 1000 ആയില്ല അപ്പോഴും. പക്ഷെ ഇത് കൊണ്ട് പോവാം, വീട്ടിൽ പോവാം. കണ്ടോ അവര് കൂടുതൽ എടുത്തു. കലക്കി കലക്കി. ചക്കരമ്മ. എന്നാലും ആ പാവപ്പെട്ട മീനാക്ഷി പോകണ്ടേ അവിടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണ്ടേ? വീട്ടിലെ ഭാഷകളെ വരൂ. അതല്ലേ എന്റെ നാച്ചുറൽ. പിന്നെ അല്ലാതെ അതിനകത്ത് റെഡി. അപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് 2 പേരും ഒരേപോലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പോവാണ്. നമുക്ക് 2ാമത്തെ റൗണ്ടിലോട്ട് പോവാം. റൗണ്ട് നമ്പർ 2 പോകുന്നതിന് മുമ്പ് കൊച്ചു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ ഫോർ എ സ്മാർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ. നമുക്ക് റൗണ്ട് നമ്പർ 2 കടക്കാം. റൗണ്ട് 2 12 ട്രയൽ. 2-1 അറിയാം. ചോദ്യത്തിന് വളരെ രസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാസ് ഇല്ല. അതായത് ഇവര് തെറ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുകയൊന്നുമില്ല. പകരം പാസ് ചെയ്യും. ആർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇവിടെ തുടങ്ങാം അല്ലേ? സുശീലാമ്മ, നീതു റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കാണുക. വീഡിയോ പ്ലീസ്. ചെന്നൈക്ക് ധോണിയും മുംബൈക്ക് രോഹിത്തും ബംഗളൂരുവിന് വിരാട് കോഹ്ലിയും പോലെയാണ് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസൺ. RRന്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുന്നതിൽ സഞ്ജുവിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് മലയാളി താരത്തിനത് 5ാം സീസണാണ്.
2022 ടീമിനെ ഫൈനലിൽ എത്തിച്ച സഞ്ജു കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് നയിച്ചു. ഇത്തവണത്തെ സ്ക്വാഡിലേക്ക് വന്നാൽ ജോസ് ബട്ട്ലർ ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ എന്താകും? കണ്ടു, മുഴുവൻ കണ്ടു. ഓക്കെ, ഇതിനിടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ചില ചിത്രങ്ങൾ വന്നു, ഇതിനിടയിൽ ചില സാധനങ്ങൾ കാണിച്ചു. അതിനകത്ത് ഒരു സാധനം കാണിച്ചതിനകത്ത് ദിശകൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ, ഒരു കോമ്പസ് എഴുതിയിട്ടുണ്ട്. ഏത് നിറത്തിലാണ് അത് എഴുതി വെച്ചത്? ഗ്രീൻ. 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 ഞാൻ പറയണെന്ന് വെച്ചാൽ കോമ്പസിന്റെ നിറമല്ല ഞാൻ ചോദിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് അത് എഴുതി വച്ചിരിക്കുന്ന നിറമാണ് ഞാൻ ചോദിക്കുന്നത്. ബ്ലാക്ക്. ഉറപ്പിക്കാവോ? ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ? ബ്ലാക്ക്. ബ്ലാക്കിലാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയിരുന്ന black. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയിരുന്നു. Absolutely right. ക്ലാരിറ്റി വേണ്ടേ അല്ലേ, അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോ അടുത്തത് ഒരു 40 സെക്കൻഡ് സമയം കിട്ടുന്നുണ്ട്. പക്ഷേ അതിലെന്താണ് ടാസ്ക് എന്നുള്ളത് അറിയണം അല്ലേ? ആ ടാസ്കിനൊക്കെ മുമ്പ് മീനാക്ഷി നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യിക്കാണ്. മീനാക്ഷി, നമുക്കറിയാവുന്നത് പോലെ ഒരാള് ഇവിടെ വരുമ്പോ എന്തായാലും നമ്മൾ പാട്ട് പാടുന്ന ചോദിക്കുന്ന അറിയാന്നുള്ളതുകൊണ്ടേ പാട്ട് എഴുതി വെച്ച് വന്ന ഒരാളുണ്ട്. ഓ, അങ്ങനെയാണ് നമുക്കൊന്ന് കേൾക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കേൾക്കണ്ടേ? പിന്നെ വേണ്ടേ? അങ്ങനെ ആരെങ്കിലും എഴുതി വെച്ച് വന്നോ അമ്മേ? അമ്മ എന്തോ എഴുതുന്നുണ്ടായിരുന്നു. ആണോ? ആ കൈ ഒന്ന് കാണിക്കുമല്ലേ? ഇത് ഇവിടെ വന്ന് എഴുതിയതാണ് നമ്മുടെ സ്മാർട്ട് ഷോയ്ക്ക് വേണ്ടിട്ട്. അങ്ങനെ ആ, ഇവിടെ വന്ന് കേരളം എഴുതിയതാ. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു കൈയുടെ കൊടുക്കാം അതിന്. നമുക്ക് നോക്കാം. സൂര്യകാന്തിയാണ് എഴുതി വെച്ചേക്കുന്നത്. രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് പാട്ട് എഴുതി വെച്ചു. അതിൽ ഏത് പാട്ട് പാടാന്നുള്ള ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചിട്ടില്ല, വെറുതെ പാടും. ഞാൻ ചോദിക്കുന്നത്, നഴ്സിംഗ് പഠിക്കാൻ പോയതപ്പം എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പഠിച്ചത് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 46-ാം വയസ്സിൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ റെഗുലർ കോഴ്സ്. എന്റെ മോള് BSc പഠിക്കുമ്പോൾ ഞാൻ BSc പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് 46-ാം വയസ്സിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ പോസ്റ്റ് ആയ സമയത്ത് പോയി പഠിച്ചു. ഞങ്ങൾ ഒരു ഇയറിലാണ് പാസ് ഔട്ട് ആയത്. അടിപൊളി, സൂപ്പർ, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ അത്. അപ്പൊ ഇനി ഇൻസ്പയർ ചെയ്യാൻ ആ കോപ്പി അടിച്ച പാട്ട് പാടും. കേൾക്കാം പാട്ട്. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി, ഒരു കാരാഗൃഹമാണു ഭൂമി. തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലുകളിഴയും നരകം. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി. അപ്പോ ആരാണ് ടാസ്ക് ചെയ്യാൻ പോണെന്നുള്ളത് ടാസ്ക് നോക്കിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ? മീനാക്ഷി, ടാസ്ക് റെഡിയാണോ? യെസ്, ടാസ്ക് ഇവിടെ റെഡിയാണ്. ബൈ ദ വേ, അമ്മ നല്ല സൂപ്പർ കവിതയായിരുന്നു, നന്നായി അതിന് ചൊല്ലി അല്ലേ? കറുത്ത ചക്രവാളം ഭയങ്കര ഫേമസ് പാട്ടാണ്. മീനാക്ഷി, ഞാൻ ആദ്യമായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അമ്മ എഴുതിയതാന്ന് പറഞ്ഞു. അല്ലല്ല, അത് എഴുതിയെന്ന് പറഞ്ഞ കോപ്പി അടിച്ച് എഴുതി വെച്ചിരിക്കുക. വയലാർ. അങ്ങനെ എഴുതി. അമ്മ ഇവിടെ വന്ന് ഇത് ഇടണ്ടാട്ടോ, ഇത് കട്ടി മീനാക്ഷി, എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറും. ഷോയിന്റെ പേര് മാറ്റിക്കോ? ഞാനത് ഇവിടെ പറയാൻ വന്നത് ടാസ്കിലേക്ക് കിടക്കാം. ഓക്കെ, എന്തായാലും അമ്മ എഴുതിയ കവിതയെന്ന് കറുത്ത ചക്രവാള മതിലുകൾക്കുള്ളിൽ. ഞാൻ ആദ്യമായിട്ടാ പാട്ട് കേൾക്കുന്നത്. ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് യാതൊരു വിവരവും ഇല്ലാന്ന്. അയ്യോ, അങ്ങനെ ഒരു വിചാരം നമുക്കില്ല, നമുക്ക് ഉറപ്പാണ്. എന്തായാലും എല്ലാം ഇന്നത്തെ എന്റെ കോട്ട കഴിയും. ഞാൻ ടാസ്ക് പറയട്ടെ. അപ്പൊ ഈ ഒരു ടേബിളില് കുറെ കളർ ഷീറ്റ്സ് ഇതാ ഇങ്ങനെ ചിഹ്നമായി ചിതറി കിടക്കുന്നുണ്ട്. അതിനെതാ ഈ ഒരു ചെറിയ ഫാൻ ഉപയോഗിച്ചതാ ഇങ്ങനെ പറത്തി കളയുക. വെളി കളയണം. ഒറ്റ കളർ പേപ്പർ പോലും ഈ ടേബിളിൽ ബാക്കി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കളർ പേപ്പേഴ്സ് മുഴുവൻ പറത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബണിൽ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് നിലവറടക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. സോ ഇതിനായി യു വിൽ ഹാവ് 45 സെക്കൻഡ്സ്. അപ്പോ ഓടൂ, വാരൂ, നേടൂ, ഗോ. ഇതിവിടെ വാ, ഈ സൈഡ്. യെസ്, ഇങ്ങനെ ആക്കിയാൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. അത് അടുത്ത് കൊണ്ടുവയ്ക്കുക, അപ്പൊ പൊക്കോളും. ആ ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. യെസ് 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 യെസ്, വെരി ഗുഡ്, സൂപ്പർ 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 സൂപ്പർ. യെസ്, ആ സൈഡ് മൊത്തം ക്ലിയർ ആയി. ഈ സൈഡ് യെസ് യെസ് യെസ്
Beautiful. വെരി ഗുഡ് വെരി Beautiful, beautiful. ഗുഡ് രണ്ട് രണ്ട് എടുത്തോ ഇനി എടുക്കോ ഇനി 5 സെക്കൻഡ് ബാക്കിയുണ്ട്. ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ട് കേട്ടോ. ഓക്കെ. എങ്ങാനും അങ്ങനെ അത് അടഞ്ഞു പോയാലല്ലേ ഉള്ളു പേടിക്കണ്ടേ. എടന്നെ ഇറങ്ങണം നീ കേട്ടോ. അപ്പോ ഒരു സാൻഡ്വിച്ച് മേക്കർ കം ടോസ്റ്റർ കേട്ടോ. അതിന്റെ കൂടെ നല്ലൊരു ഫ്ലാസ്കും കിട്ടി. വെരി ഗുഡ്, നന്നായി. ഓക്കെ, അപ്പോ നിങ്ങളുടെ അവസരം കഴിഞ്ഞു. ഇനി ഇവർക്കുള്ള അവസരമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ പ്ലീസ്. അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കണ്ണുകളും ആ മഹാസമുദ്രത്തിന്റെ ഓളപ്പരപ്പിന് മുകളിൽ. നിലാമലരെ ഇന്ത്യൻ സമയം രാവിലെ 3:27 ആ അതിമനോഹര കാഴ്ച ലോകം കണ്ടു. നിലാമലരെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം നീലക്കടലിൽ പറന്നിറങ്ങി. പ്രഭാകിരണൻ വരാറായി. ഇത് കണ്ടപ്പോ ആ വീഡിയോ കണ്ടതിനകത്തുള്ള മെയിൻ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. സുനിത വില്യംസ് തിരിച്ചു വരുന്നതാണ്. എത്ര മാസത്തെ കാത്തിരിപ്പിന്റെ വിരാമമാണെന്നാണ് വീഡിയോയിൽ കാണിച്ചത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എത്രയോ മാസത്തെ കാത്തിരിപ്പിന്റെ വിരാമമാണ്, അത് കഴിഞ്ഞിട്ടാണ് സുനിത വില്യംസ് തിരിച്ച് വരുന്നതെന്നുള്ളത്. അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്പേസ് എക്സ് പ്രോബ് വിട്ട് പറയൂ, ഉത്തരം പറഞ്ഞു. 3 മാസം. 3 മാസമാണെങ്കിൽ ഇത് ഇത്ര വലിയ പ്രശ്നമാവില്ലല്ലോ. അല്ലാതെ എന്തൊക്കെ വായി രക്ഷയില്ല, ഒരു ഗസ് അടിച്ചേ. ശരി, ഞാൻ ആദ്യമായിട്ട് എപ്പോഴും നമ്മുടെ ഇവിടത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഉത്തരം പറയാത്ത സ്ഥിതിക്ക് സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും നേരെ ഓഡിയൻസിലോട്ടാണ് പോണേ. ഈ ഓഡിയൻസിലാണ്ട് നമുക്ക് ഇവിടെ ചെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഡാൻസേഴ്സും ഇവർക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടാണോ കണ്ടാണോ മുഴുവൻ? ഉത്തരം അറിയാം. മൈക്ക് എടുത്തോ. 9 മാസം. 9 മാസം. ഒരു കുട്ടി ജനിക്കാനുള്ള അങ്ങനെയുള്ള രീതിയിലാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഈ വാർത്തനെ പറ്റി നോക്കാറുണ്ട്. ആണല്ലേ? ഒരു തിരിച്ചു വരാത്തതിന്റെ വിഷമത്തിരിക്കായിരുന്നു അല്ലേ? കറക്റ്റാ. പേര് ജിഷ്ണു. ജിഷ്ണു. വിഷ്ണു എത്ര നാളായിട്ട് നമ്മുടെ ഇവിടെ ചെയ്യുന്നില്ലേ പരിപാടിയില്? ഞാനിപ്പോ ഇവിടെ സ്മാർട്ട് ഷോ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഫ്ലവേഴ്സിൽ ഒരുപാട് പരിപാടി. അപ്പൊ ഇതുവരെ ഇതൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇന്ന് ആ അവസരം കിട്ടുകയാണ്. ഓക്കെ, 10 സെക്കൻഡ് സമയം. യെല്ലോ റിബൺ കിട്ടിയ ഒരു ഗിഫ്റ്റ് എടുക്കാം. ഓക്കെ, ഏത് ഗിഫ്റ്റ് വേണം എന്ന് തീരുമാനിച്ച് ഓടിപ്പോയി 10 സെക്കൻഡിൽ എടുത്തു. ഓക്കെ, റെഡി? 1 ഓടൂ, വാരൂ, നേടൂ, ഗോ. കലക്കി. ഇപ്പൊ വിഷമം മാറി കിട്ടി. സന്തോഷം. ഇനി മുതൽ നിങ്ങളുടെ എല്ലാവരും ഡ്രസ് അലക്കുന്നത് വിഷ്ണു. അതല്ല, അമ്മ എപ്പോഴും വാഷിംഗ് മെഷീൻ വീട്ടിൽ കയറായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും അലക്കലും അലക്കണേ. അപ്പൊ അമ്മ എപ്പോഴും വാഷിംഗ് മെഷീൻ വേണമെന്ന് പറയും. അതാണ് അമ്മയ്ക്ക് വേണ്ടി എടുത്താ. അതെന്തായാലും കലക്കിയ സാധനം അല്ലേ? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് നിങ്ങളതില്ല, നിങ്ങൾക്കില്ല കേട്ടാ. അത് കലക്കി. അതാണ് ഞാൻ ചോദിച്ച ഉടൻ എന്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം, വേറെ ഒന്നുമില്ല. മൈക്കൊക്കെ തന്നെ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. കറക്റ്റ് ആയിട്ട് ആലോചിച്ചു എടുത്തല്ലേ. അടിപൊളി കേട്ടാ, സൂപ്പർ. അതും അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ശൈലജ, അച്ഛന്റെ പേര് ഹരി. അമ്മ അച്ഛൻ എപ്പോഴും ഈ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പൊ അമ്മേ, മോൻ ഇവിടെ വന്ന് ഡാൻസ് കളിക്കണല്ലേ കണ്ടിട്ടുള്ളൂ. മോൻ ഇവിടെ വന്ന് ഗെയിം ഒന്നും കളിക്കണ്ട, ഇവിടെ വന്ന് നേടിയെടുത്തത് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ദാ ഈ വാഷിംഗ് മെഷീൻ കേട്ടാ. അത് മതി. സൂപ്പറാ. നീ എന്തിനു കരയണേ? ഇതൊരുമാതിരി തരാത്തത് പോലെയാണല്ലോ പറയുന്നത്. ആൾക്കാർ വിശ്വസിക്കും നമ്മൾ തരില്ലെന്ന് വിചാരിക്കും. അത് മനസ്സിലായി, അത് മനസ്സിലായി. അത് കലക്കിയില്ലേ? ആ മറ്റവൻ അവിടെ ഡ്രമ്മിന്റെ 2 കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഓക്കെ, ഇപ്പഴേ ഉരുട്ടിക്കൊണ്ട് പോണോ?
അപ്പൊ ഒരു സന്തോഷം തോന്നി ഭയങ്കര സന്തോഷം. അല്ലേ? ചില തോൽവികൾ നല്ലതാണെന്ന് ആണല്ലോ. ചില തോന്നുന്നു. സമയത്ത് നമ്മളെല്ലാം തെറ്റ് പറഞ്ഞാലും വേറൊരാൾക്ക് അത് കൊണ്ട് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആയിരിക്കും. നിങ്ങളത് പറഞ്ഞത് ചിലപ്പോൾ അത് നടക്കില്ലായിരുന്നു. സത്യം. സന്തോഷം. മനഃപൂർവ്വമാണ്. മനഃപൂർവ്വം ചെയ്തതാണ്. ഓക്കെ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ ഫോർ എ സ്മാർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ. അപ്പോ നമുക്ക് നേരെ റൗണ്ട് 3ലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ റൗണ്ട് 3. ഡബിൾ ട്രബിൾ, ഈ കടമ്പയും കടന്ന്. ഡബിൾ ട്രബിളില് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ചോയ്സ് ഓഫ് ടോപ്പിക്സും, നമുക്ക് ഇഷ്ടമുള്ള വിഷയം സെലക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് 45 സെക്കൻഡ് സമയം നിലവറയും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ടത് സാധനങ്ങളല്ല, ഒരു മിസ്റ്ററി ബോക്സ് ആണ്. ഓക്കെ, പോസിറ്റീവ് കിട്ടാൻ പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ശരി, ഇപ്പൊ നേരത്തെ അവരല്ലേ തുടങ്ങിയ, ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഏതൊക്കെയാണ് ടോപ്പിക്സ് നിന്ന് കാണാം. ആണ്ടെ, ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, നാവ് വഴക്കം, ലോകം. ഏത് വേണം? മലയാള സിനിമ. മലയാള സിനിമ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നത് അല്ലേ, മലയാള സിനിമ. അപ്പൊ മലയാള സിനിമയെ ബേസ് ചെയ്തുള്ള ചോദ്യം ഇതാണ്: ഏത് മലയാള സിനിമയ്ക്ക് ആദ്യം നൽകിയിരുന്ന പേരായിരുന്നു കന്നാസും കടലാസും? പറയട്ടെ. പിന്നെ കാബൂളിവാല. Absolutely right. ഓടാറായില്ല, സമയമുണ്ട്, പറയാം. എന്നാ ഞാൻ ഓടിക്കോട്ടെ. ചെരുപ്പക്കൂരി ഒന്ന് എല്ലാം സെറ്റ് ആയിക്കോ. കാരണം നമുക്ക് ആദ്യം ഗെയിം എന്താണെന്ന് അറിയാം. ഓക്കെ, അത് മീനാക്ഷി എടുത്ത് ചോദിക്കാം. മീനാക്ഷി, ഞാൻ ഇവിടെ വളരെ സുന്ദരമായി മടക്കി വെച്ച 2 ഷർട്ടുകളുണ്ട്. ഈ ഷർട്ടിനെ ഈ ഹാങ്ങറിൽ വളരെ വൃത്തിയായി തൂക്കിയിടണം എന്നുള്ളതാണ് ടാസ്ക്. നല്ല വൃത്തിക്ക് തൂക്കിയിടരുത്. ഞാൻ മിഥുൻ ചേട്ടനെ പെട്ടിന്ന് കട്ടെടുത്ത ഷർട്ടാണ്. അറിഞ്ഞില്ല അല്ലേ? ഇല്ല. അതാണ് അവര് നല്ല വൃത്തിക്ക് തൂക്കിയിടും മിഥുൻ ചേട്ടാ. അതൊക്കെ പിന്നെ പറയാം. എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മുന്നിൽ 4 മിസ്റ്ററി ബോക്സ് ഉണ്ട്. അതിൽ നിന്നും ഒരു മിസ്റ്ററി ബോക്സ് എടുത്ത് നിലവരം അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കിടക്കുക. സിമ്പിൾ അല്ലേ? വീട്ടില് വിഷ്ണുവിന്റെ ഡ്രസ്സൊക്കെ കറക്റ്റ് ആയിട്ട് ഇല്ല, അതൊക്കെ പുള്ളി തന്നെ ചെയ്തോളും. സമാധാനമായല്ലോ. ഞങ്ങൾക്ക് മാത്രം ഒരു ഷെൽഫാണ്, ചേട്ടന്റെ ഷെൽഫ് ഇല്ല. 2 ഷർട്ട് 2 പാന്റ്. അയ്യോ പാവം. ഇതാണ് ഞാൻ പറഞ്ഞേ, ഇവിടെ വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കാര്യം വെച്ചാൽ അവിടെ എങ്ങും പണിയെടുക്കില്ല, ഇവിടെ വന്നാണ് പണിയെടുക്കുന്നത്. അപ്പൊ ശരി, റെഡി അല്ലേ? ഓടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അമ്മയെ തട്ടിയിടരുത്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടി വരും. മിഥുൻ ചേട്ടന്റെ ഷർട്ടാണ്, ഹാൻഡിൽ വിത്ത് കെയർ. അതിൽ തൂക്കിയിട്ടാ മതി, തൂക്കിയിടണം. ഓക്കെ, ഇത് അൺബട്ടൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എന്റെ സംശയം. പറയണ്ടേ? വെരി ഗുഡ്. അല്ല, അപ്പൊ അതിന്റെ ബട്ടൺ ഇടണ്ടേ? അയ്യോ, എനിക്ക് അത് പറഞ്ഞില്ല. ഒരു ബട്ടൺ ഇടണായിരിക്കും, ഊരണായിരിക്കും ഹാങ്കറിൽ കയറ്റാനായിട്ട്. ബുദ്ധി ഉപയോഗിച്ച് കളിക്കും. യെസ്. അല്ല, ഇതില് ബട്ടൺ ഇടണ്ടേ? 8 സെക്കൻഡ് ബാക്കിയുണ്ട്. 6, 5, 4, 3, 2, 1, go. ഇത്തവണ മീനാക്ഷി ആ കൊച്ചിനെ കൺഫ്യൂഷൻ അടിപ്പിച്ച് പാവം മര്യാദയ്ക്ക് എല്ലാ ബട്ടണും തുറന്നിട്ട് ഇടാൻ പോയപ്പോ ഇത്രയൊക്കെ ബട്ടൺ തുറക്കേണ്ട കാര്യമുണ്ടോ? അടുത്തത് അപ്പൊ ബട്ടൺ തുറക്കണം, ഒരു ബട്ടണെങ്കിലും തുറക്കണ്ടേ അല്ലേ? കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആക്കി. ഇനി നോക്കേണ്ട സമയമായി അല്ലേ? ഓ മൈ. ഓക്കെ, ഞങ്ങള് കണ്ടം വഴി എന്തൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട് നോക്കട്ടെ. നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ പോയാലും നഷ്ടമൊന്നുമില്ല അല്ലേ? ഷർട്ടിന്റെ കോലം ഒന്ന് LED കാണിക്കൂ. അയ്യോ, മറ്റേ ആദ്യത്തെ ഷർട്ടിനെ അടിച്ചു വന്ന് കെട്ടി തൂക്കിയവരുണ്ട്. ആ ഷർട്ട് ആത്മഹത്യ ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, വൃത്തിയായിട്ട് കിടന്നില്ല എന്നുള്ളത്. അപ്പോ ചെയ്തത് ശരിയാവാത്തത് കൊണ്ടായിരിക്കണം ഈ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. നല്ല സമ്മാനമാണ് കിട്ടണമെങ്കിൽ എന്താണ് കിട്ടാൻ ആഗ്രഹം? മറ്റേ കാറോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അത് അത്രയും ആയിട്ടില്ല, അത് ഞാൻ അടുത്തല്ലേ വരുള്ളൂ, അതിന് മുമ്പുള്ള. പക്ഷെ അതാണ് ഇഷ്ടം. അതുവരെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്
ഒരു ഫ്രിഡ്ജാണ്, ഒരു റെഫ്രിജറേറ്റർ. ഇത് ആരുടെ വീട്ടിൽ വെക്കണം? അതാദ്യം പറ. അത് ഞാൻ ഇങ്ങനെ നോക്കിയേ. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി ചോയ്സ് ഓഫ് ടോപ്പിക് അങ്ങോട്ടാണ്. എടുക്കാം, ടോപ്പിക്കുകളൊന്ന് കാണിക്കാം. ഇന്ത്യ, ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, നാവ് വഴക്കം, ലോകം. ഏത് വേണം? ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററി. അമ്മ എഴുത്തുകാരി ഇതെന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ അതാണ് കറക്റ്റ്. ചോദ്യത്തിലേക്ക് കിടക്കാം. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലെ അംഗമായിരുന്ന ഏത് പണ്ഡിതന്റെ പേരാണ് ബുദ്ധിരാക്ഷസൻ എന്ന അർത്ഥം വരുന്ന പ്രയോഗമായി ഉപയോഗിച്ചു? ചാണക്യൻ. Absolutely right. ചാണക്യൻ എന്നുള്ള ഉത്തരം നൽകിയതിന് അപ്പൊ ഇനി കിട്ടാൻ പോകുന്ന 45 സെക്കൻഡ് സമയമാണ്. പക്ഷെ എന്താണ് ഗെയിം എന്ന് അറിയാനായിട്ട് ഒന്ന് മീനാക്ഷിയിലോട്ട് പോവാം. ഈ ഒരു സ്ട്രോയിലേക്ക് ഇങ്ങനെ ഒരു ബഡ് ഇറക്കി വിടുക. അതിനുശേഷം ദാ ഈ 2 ബോട്ടിൽസിലായി 2 ബോൾസ് കണ്ടില്ലേ? അതിന് ഞാനൊന്ന് ട്രൈ ചെയ്യാം. തുപ്പല് തെറിച്ചല്ലാണ്ട് ഒന്നും തെറിച്ചില്ല. പിന്നെ ബഡ്സ് തെറിച്ചു പോയില്ലേ? അപ്പൊ ഇങ്ങനെ ബേസിക്കലി ഈ പന്ത് താഴെ പോണം. രണ്ടും അങ്ങനെ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന 3 മിസ്റ്ററി ബോക്സിൽ നിന്നും ഏതെങ്കിലും ഒരു മിസ്റ്ററി ബോക്സ് എടുത്ത് നിങ്ങൾക്ക് നിലവിറക്കി വെളിയിലേക്ക് കിടക്കാം. അപ്പൊ ഇതൊരു മറ്റേ ബ്ലോഡ് ആർട്ട് പോലെയാണ്. മിസ്റ്ററി ബോക്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ 3 എണ്ണത്തിൽ 2 മോശം, ഒരെണ്ണേ ഉള്ളൂ നല്ലത്. അപ്പൊ അത് നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഓടൂ, വാരൂ, നേടൂ, ഗോ. ശ്രമിച്ചാൽ പറ്റും, ഈസിയാണ് ടാസ്ക്. യെസ് യെസ് യെസ്. ട്രൈ വൺസ് മോർ, ട്രൈ വൺസ് മോർ. ഞാൻ ബച്ച് എടുത്ത് ഹെൽപ്പ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ബോൾ പോയി ഗയ്സ്, ഒരു ബോൾ പോയി. സൂപ്പർ 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 സൂപ്പർ. മിസ്റ്ററി ബോക്സ് ഉണ്ട്. 8 സെക്കൻഡ് ബാക്കിയുണ്ട്. 6 5. നീതു അടിപൊളിയായിട്ട് കളിച്ചു. നീതു കലക്കനായിട്ട് കളിച്ചു കേട്ടോ, കലക്കനായിട്ട് കളിച്ചു. അമ്മ പ്രാർത്ഥിക്കായിരുന്നല്ലേ അമ്മേ? നല്ല ബോക്സ് കിട്ടാനാണോ പ്രാർത്ഥിച്ചത് അതോ കംപ്ലീറ്റ് ചെയ്യാനാണോ? ആണ്, കംപ്ലീറ്റ് ചെയ്തു. ബോക്സ് എന്ന് പറയുന്നതില് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്നതില് 3 എണ്ണത്തിൽ 2 എണ്ണം മോശമാണെന്ന്. ഐ എം റിയലി സോറി. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് അതൊന്നും സാധനങ്ങളൊന്നും ഇല്ല. അധികം ഈ സാൻഡ്വിച്ച് ടോസ്റ്റർ, നമ്മുടെ ഫ്ലാസ്ക്, ഇത്രയും ഗ്രോസറി സാധനം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫ്രിഡ്ജും ആ ഗ്രോസറി സാധനങ്ങളും അല്ലേ? അപ്പോ ആ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ കൂടെ ഒരു മൊബൈൽ ഫോൺ കൂടി സ്വന്തമാണ്. ഒരു സാംസങ് ഗാലക്സി മൊബൈൽ ഫോൺ. ഹാപ്പി ഹാപ്പി. സിനി ആ മുഖത്ത് കാണുന്നുണ്ട്, ആ വിഷമം കാണുന്നുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ അങ്ങോട്ട് വെക്കാം. എന്റെ മൊബൈല് ചീത്തയായി. അങ്ങനെ ഞാൻ ഇന്ന് മോളുടെ രാവിലെ പറഞ്ഞതേ ഉള്ളൂ എനിക്കൊരു പുതിയ മൊബൈൽ വാങ്ങണമെന്ന്. അയ്യോ, ഹാപ്പി ദാറ്റ് വി കുഡ് പ്രൊവൈഡ് ഇറ്റ് ഫോർ യു. നമുക്ക് നമ്മുടെ ഓഡിയൻസ് ഇതുവരെ നമ്മളൊരു അവസരം കൊടുത്തില്ല അല്ലേ? അപ്പൊ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ നമുക്ക് ഇവിടെ വന്ന് ഒരു സമ്മാനം എടുക്കാനുള്ള അവസരം. കേരളത്തിൽ എത്ര എയർപോർട്ട് ഉണ്ട്? ഉത്തരം അറിയാൻ കൈപൊക്കിയാൽ. കേരളത്തിൽ എത്ര എയർപോർട്ട് ഉണ്ട്? അദ്ദേഹം കൈപൊക്കി. 3 എണ്ണം. 3 ആണോ? തെറ്റാം. അവിടെ താഴെ മോൾ കൊടുത്തേ 4 എണ്ണം. പക്ഷെ 4 എണ്ണം ഏതൊക്കെയാണെന്ന് പറയണം. ട്രിവാൻഡ്രം, കോഴിക്കോട്, മട്ടന്നൂര്, കൊച്ചി. ആ കണ്ണൂരൊന്നും അല്ല, മട്ടന്നൂർ തന്നെ പറഞ്ഞു. അടിപൊളി. വരും 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 വരും. സൂപ്പർ. പേരെന്താണ്? എക്സാ. EXA. അപ്പൊ ആരെങ്കിലും പറ്റിച്ചാലേ എക്സ് ആണെന്ന് പറഞ്ഞാൽ അവന് തെറ്റില്ല അല്ലേ? എക്സാ കണ്ടല്ലോ. 10 സെക്കൻഡ് സമയമുണ്ട് എക്സയ്ക്ക്. ആകെ ചെയ്യേണ്ടത് ഗ്രീൻ റിബൺ ഇട്ടിട്ടുള്ള 10 സെക്കൻഡിനുള്ളിൽ എടുക്കാവുന്ന അത്രയും എടുത്ത് പുറത്തിറങ്ങിക്കോളൂ കേട്ടോ. റെഡിയാണോ? എന്താ എക്സാ അച്ഛനൊന്നും കാണുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, റെഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, റെഡ് എടുക്കാലോ. റെഡ് എടുക്കാം. ഓക്കെ, ഇനി എനിക്ക് മാറ്റാൻ പറ്റൂല. 10 seconds ഓഫ് ടൈം. ടേൺ അറൗണ്ട്. ഓക്കെ, റെഡ് റിബണിൽ ഒറ്റ ഒരെണ്ണം ഇഷ്ടമുള്ള എടുക്കാം. ഓടൂ, വാരൂ, നേടൂ, ഗോ. അടിപൊളി.
ഇൻഡക്ഷൻ കുക്കർ ഇത് എന്നതാ? നല്ല സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് നിർത്തേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇൻഡക്ഷൻ കുക്കർ മതി. അടിപൊളിയല്ലേ? ആ, മതി. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഒരു കൊച്ചു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ ഫോർ എ സ്മാർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ. റൗണ്ട് 4 പവർ ഓഫ് 2 രണ്ടിലുണ്ട് നേട്ടം. ഇതാണ് എലിമിനേഷൻ റൗണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ടീമേ പോവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടീമും പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ, അതിൽ 2 എണ്ണമെങ്കിലും ഒരു ടീം ഉത്തരം പറഞ്ഞിരിക്കണം. എങ്കിലേ ടാസ്ക് ചെയ്ത് ജയിച്ച് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ 2 എണ്ണം ഉത്തരം പറഞ്ഞ് ടാസ്ക് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതും വലിയ സമ്മാനങ്ങളാണ്. ഓപ്പൺ ആണ്, ബസറാണ്, അതുപോലെ തന്നെ പാസും ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ അപ്പുറത്തെ ടീമിന് കൊടുക്കുകയും ചെയ്യും. റെഡി? ഹാൻഡ്സ് ഓൺ ദ ബസർ. കൈ ബസറിൽ വെച്ചോളൂ കേട്ടാ. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. പുരാണത്തിലെ ഏത് കഥാപാത്രത്തിന്റെ പത്നിയാണ് സ്വാഹ? ഇപ്പൊ നമ്മുടെ കാര്യം സ്വാഹയാവും തോന്നും. സ്വാഹ. സ്വാഹ. സ്വാഹ എങ്ങനെ ചേർത്ത് പറയും എന്നാലോചിച്ച് നോക്കൂ. ആവായ സ്വാഹ. ആ പറയൂമേ. ലക്ഷ്മണൻ. ഊർമിളയാണോ ഉദ്ദേശിച്ചത്? തെറ്റാം. നിങ്ങളുടെ ചാൻസ്. അർജുന. ഉറച്ചു പറഞ്ഞോ? അർജുനെ. ഒരുപാട് പത്നിമാരുള്ളപ്പോ അതിലൊരെണ്ണമായിരിക്കും സ്വാഹ. അതിലൊന്നായിരിക്കും. എനിക്ക് ആ പേരൊക്കെ അറിയാവുള്ളൂ, അത് തന്നെ. പുരാണത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു പേരതേ ഉള്ളൂ. ഉത്തരം തെറ്റാണ്. അഗ്നിയുടെ ഭാര്യ സ്വാഹ. അതുകൊണ്ടാണ് അഗ്നിയിൽ എല്ലാം ദീപ സ്വാഹ എന്ന് ചേർത്ത് പറയുന്നത്. കുഴപ്പമില്ല, 2 ചോദ്യങ്ങളും കൂടി ബാക്കിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. നീലത്താമരയുടെ ആദ്യ പതിപ്പ് സംവിധാനം ചെയ്ത ഗാനരചയിതാവ് ആരാണ്? ഗാനരചയിതാവ് അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, പക്ഷെ അദ്ദേഹമാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ശ്രീകുമാരൻ തമ്പി. പക്ഷെ അത് ഭയങ്കര നല്ല ഉത്തരവാണ്, പക്ഷെ തെറ്റാണ്. ഉത്തരം ONV. സംവിധാനം ചെയ്തിട്ടുണ്ടോ എനിക്ക് പറയണ്ടേ? പറഞ്ഞില്ലേ അമ്മ അവിടെ? ഒന്ന് പറ കേസ് അടിച്ച്. MD തന്നെ. MT തന്നെയോ? MT തന്നെ ഗാനരചയിതാവും അല്ലേ? പിന്നെ എന്താ, അദ്ദേഹം നല്ല രീതിയിൽ ഗാനങ്ങൾ രചിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? MT സാറ് ഇതിന്റെ തിരക്കഥ അദ്ദേഹമാണ്, പക്ഷേ അദ്ദേഹം അല്ല സംവിധാനം ചെയ്തത്. എനിക്ക് ഇപ്പോഴത്തെ അനുരാഗ വിലോചനെ അതല്ലേ അറിയുള്ളൂ. യൂസഫ് അലി കേച്ചേരിയാണ്. അപ്പോ ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടന്നിട്ട് കാര്യമില്ല. കാരണം ഇനിയുള്ള അവസാനത്തെ ചോദ്യം ചോദിച്ചാൽ തന്നെയും അത് പറഞ്ഞത് കൊണ്ടോ ചെയ്തത് കൊണ്ടോ നമുക്ക് വ്യത്യാസങ്ങൾ വരില്ല. അതുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കും. വിഷ്ണു വാ. അടിപൊളി ഡ്രസ്സാണല്ലോ വിഷുവിന് ഒരുക്കിയിരിക്കണം. അടിപൊളിയായിട്ടുണ്ട്. ദേവരാജ് സ്കൂളില് മോളുടെ പേരിലും ഇവരുടെ ഫാമിലിയുടെ പേരിലും ഒരു ബിഗ് ഹായ്. വാ എല്ലാരും വാ, ഇങ്ങോട്ട് വാ. അതുപോലെ നമ്മുടെ കൊല്ലം പരവൂർക്കാർക്ക് ഒരു ഹായ് കൊടുക്കണേ. കൊല്ലം പരവൂരുകാര് മുഴുവൻ കേട്ടോ, നിങ്ങളിത് എടുത്തോണം. ചീമുട്ട എറിയരുത്. ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, എന്റെ ലാസ്റ്റ് എഴുതിയ പുസ്തകമാണ് അണയാത്ത നക്ഷത്രങ്ങൾ. സുശീലകുമാരി കെ ജഗതി. 27 നല്ല വ്യക്തികളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അല്ലേ? താങ്ക് യു. അപ്പൊ സന്തോഷം കേട്ടോ, വന്നതിൽ വലിയ സന്തോഷം. പോകണ്ടെന്ന് വിളിച്ചത് മാത്രം എനിക്ക് മനസ്സിലായി. അപ്പൊ കലക്കി വിഷ്ണു, ഗംഭീരമായി. വീട്ടിൽ ഇരുന്ന് പറയാൻ എളുപ്പമാണ്, ഇവിടെ വന്നപ്പോഴാ ഫുള്ള് ബ്ലാങ്ക് ആയി. അത് രസമല്ലേ, നമ്മളിവിടെ കളിച്ചത് കഴിഞ്ഞ സമ്മാനമായിട്ടല്ലേ. അപ്പൊ ടെക്നോ പാർക്കിൽ എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.